സംസ്ഥാന വ്യാപകമായി നടന്ന പാതിവില തട്ടിപ്പിൽ രാഷ്ട്രീയ നേതാക്കളെ പ്രതിരോധത്തിലാക്കുന്നതാണ് കേസിലെ പ്രതിയായ അനന്തു കൃഷ്ണൻ പോലീസ് നൽകിയ മൊഴി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർക്ക് പണം നൽകിയിട്ടുണ്ടെന്നാണ് മൊഴിയിലുള്ളത്. അനന്തു കൃഷ്ണനുമായി ബന്ധമുണ്ടെന്ന ആരോപണം മന്ത്രി വി ശിവൻകുട്ടി തള്ളി. അനന്തു കൃഷ്ണനെ ഒരു പരിപാടിയിൽ വെച്ച് കണ്ട പരിചയം മാത്രമേ ഉള്ളൂവെന്ന് പറഞ്ഞ മന്ത്രി സായിഗ്രാമിലെ ആനന്ദകുമാർ ക്ഷണിച്ചിട്ടാണ് ആ പരിപാടിയിൽ പങ്കെടുത്തതെന്നും പറഞ്ഞു. പാതിവില തട്ടിപ്പ് കേസിലെ ആരോപണ വിധേയനാണ് ആനന്ദകുമാർ. ജസ്റ്റിസ് രാമേന്ദ്രനൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞതിനാണ് ഞാനിവിടെ വന്നത്. എന്തെങ്കിലും ഇതിനൊരു ബുദ്ധിമുട്ടുണ്ടായാൽ എനിക്കതിൽ ഉത്തരവാദിത്വമില്ല എന്നുള്ളൊരു കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ തന്നെ അവിടെ പ്രസംഗിച്ചത്. അത്രയും ബന്ധം എനിക്ക് ആ കരുതലുണ്ട്. അനന്തുവിൽ നിന്ന് വ്യക്തിപരമായി പണം വാങ്ങിയിട്ടില്ലെന്നും പാർട്ടി ഫണ്ട് വാങ്ങിയത് തട്ടിപ്പിന് മുൻപാണെന്നും CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. ഒരാളുകളുടെ കയ്യിൽ നിന്ന് വ്യക്തിപരമായി പൈസ സ്വീകരിക്കുന്ന ഒരു പാർട്ടിയില്ല. ഞങ്ങളുടെ പാർട്ടിക്ക് ഇതിനെ സംഘടനാപരമായി ചിറ്റക്കെട്ട് എന്താണെന്ന് ഞാനിത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മൂലമറ്റേ ഏരിയ കമ്മിറ്റി അവർ പോയി പണം സമാഹരിച്ചപ്പോൾ അവിടെ അക്കൗണ്ട് കൊടുത്ത് അക്കൗണ്ടിൽ 2.5 ലക്ഷം രൂപ ഒക്കെ ഞങ്ങൾക്ക് കണക്കുണ്ടെന്നോ. അത് ഈ തട്ടിപ്പുള്ള സമയത്തൊന്നുമല്ല. പണം വാങ്ങിയെന്ന വാർത്ത കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനും നിഷേധിച്ചു. ഐ പ്ലേസ് ദിസ് ആസ് എ ചലഞ്ച്. റിപ്പോർട്ടർ ചാനൽ ആസച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കുക. എനിക്ക് ഞാൻ 7 ലക്ഷം രൂപ വാങ്ങി നിങ്ങൾ തെളിയിക്കണ്ട. സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിച്ച് വീട്ടിൽ പോകും. മാത്യു കുഴൽനാടിന് പണം നൽകിയെന്ന ആരോപണം കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ പ്രതി അനന്തു കൃഷ്ണനും നിഷേധിച്ചു. പണം വാങ്ങിയ രാഷ്ട്രീയക്കാരുടേതായി മാധ്യമങ്ങൾ വന്ന പേരുകൾ ശരിയല്ലെന്നും പ്രതി അനന്തു കൃഷ്ണൻ പറഞ്ഞു. അതേസമയം തട്ടിപ്പിൽ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ കഴിയുന്നവരും ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ജീവന് ഭീഷണിയുണ്ടെന്ന് അനന്തു കൃഷ്ണൻ കോടതി മുമ്പാകെ പറഞ്ഞു. മൂവാറ്റുപുഴ കോടതിയിൽ ഹാജരാക്കി പുറത്തിറക്കിയപ്പോൾ ആരൊക്കെയാണ് ഭീഷണി ഉയർത്തുന്നതെന്ന ചോദ്യത്തോട് പ്രതി അനന്തു കൃഷ്ണൻ മൗനം പാലിച്ചു. NGO കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദകുമാർ വിവിധ കമ്പനികളിൽ നിന്ന് CSR ഫണ്ട് സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് നടക്കാതെ പോയതാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിലെ നിയമ നടപടികൾക്ക് ശേഷം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ജയിലിലെത്തിയപ്പോൾ അനന്തു പ്രതികരിച്ചു. ജയിലിലെത്തിച്ച ശേഷം ഇടുക്കി ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വണ്ടൻമേട് പോലീസ് അനന്തു കൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. അനന്തു നൽകിയ ജാമ്യ ഹർജി ചൊവ്വാഴ്ച മൂവാറ്റുപുഴ കോടതി പരിഗണിക്കും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.